ലാലേട്ടൻ നൂറയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നൂറ, ഇനി ശക്തമായ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണോ നൂറയുടെ പ്രഡിക്ഷൻ? എനിക്ക് തോന്നുന്നു ഇനിയും നല്ലവണ്ണം കച്ചറയാവാനുള്ള സാധ്യതയുണ്ടെന്ന്. കാരണം 2-3 ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുന്നു ഇത്. ലാലേട്ടൻ പറയുന്നുണ്ട്, നമ്മൾ 24/7 കാണുമ്പം രാവിലെ നോക്കുമ്പോൾ വഴക്ക്, ഉച്ചയ്ക്ക് നോക്കുമ്പോൾ വഴക്ക്, വൈകിട്ട് നോക്കുമ്പോൾ വഴക്ക്, എന്തുവാ ഇത് എന്ന് അവരോട് തന്നെ ചോദിക്കുന്നു. നൂറ ലാലേട്ടനോടായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അനുമോളോട് പറഞ്ഞു കൊടുക്കും, ഇവർ മനഃപൂർവ്വം ഇങ്ങനെ നിന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണ്, നീ ഇതൊന്നും കാര്യമാക്കരുത്. ഈ റെന ഫാത്തിമ വന്നിട്ട് എന്തോ ചൈനീസ് ഭാഷയിൽ എന്തോ ഒരു വാക്ക് ഉപയോഗിച്ച് ഇവിടെ എന്തോ വിളിച്ച് ഉടൻ തന്നെ ലാലേട്ടൻ റെന ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട്, എന്തുവാണ് ചൈനീസ് ഭാഷ വിളിക്കുന്നത്, പറയൂ. റെന ഫാത്തിമ അതിന് മറുപടി പറയുന്നുണ്ട്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഒരു ഭാഷ പറഞ്ഞു, പക്ഷേ അതിന് പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നുമില്ല, അത് നമ്മുടെ ഒരു ഭാഷ പോലും അല്ല, എന്നിട്ടും അങ്ങനത്തെ ഒരു വാക്ക് കേൾക്കുമ്പോഴത്തേനും അങ്ങ് ട്രിഗർ ആവുകയാണ്. ലാലേട്ടൻ പറയുന്നുണ്ട്, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് ട്രിഗർ ആവുന്നതല്ലേ എന്ന്. അപ്പോഴത്തേന് കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടെ ഈ ഒരു ചൈനീസ് ഭാഷയിലെ വാക്കിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം നടക്കുകയാണ്. അതിന് അർത്ഥമുണ്ടെന്ന് ചിലർ പറയുന്നു, അർത്ഥമില്ലെന്ന് ചിലർ പറയുന്നു. ലാലേട്ടൻ ലാസ്റ്റ് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, എന്താ അക്ബറെ ആ ഒരു വാക്കിനർത്ഥം എന്ന്. അപ്പോൾ അക്ബർ മറുപടി പറയുന്നു, ലാലേട്ടൻ ഞാനാണ് ആ വാക്ക് കണ്ടുപിടിച്ചത്, അതിനൊരു അർത്ഥം ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. ബിന്നിയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അക്ബർ കണ്ടുപിടിച്ച വാക്കിൻ്റെ അർത്ഥം അറിയാമോ ബിന്നി? അപ്പം ബിന്നി പറയുന്നു, എനിക്കതിൻ്റെ അർത്ഥം അറിയത്തില്ല, അത് പ്രാങ്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ഒരു വാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അക്ബർ പറയുന്നു, അത് ഞങ്ങൾ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയാണ്, ഞങ്ങളങ്ങനെ വിളിക്കുമ്പം ബിന്നി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ വിളിക്കരുത് അത് മോശമാണെന്നൊക്കെ ബിന്നി പറയുന്നുണ്ടായിരുന്നു.